പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഭ്രമ. ഞാനിപ്പോൾ ഉള്ളത് സ്വാമിയേട്ടൻ്റെ കൂടെയാണ്. പട്ടാമ്പിക്കാർക്ക് എക്കാലവും സ്വീകാര്യനും അതിലുപരി പട്ടാമ്പി നേർച്ച കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ KR നാരായണസ്വാമിയുടെ കൂടെ. അദ്ദേഹത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പട്ടാമ്പി നേർച്ച ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ യാർത്തിങ്കൽ മകാമിൽ നടക്കുന്ന 111 നേർച്ചയാണ് ഇത്തവണ. ഫെബ്രുവരി 9 പ്രധാനമായും ചടങ്ങുകൾ നടക്കുന്നത്. കൊടിയേറ്റം അന്ന് രാവിലെയാണ്, ഫെബ്രുവരി 9 ഞായറാഴ്ച. ഫെബ്രുവരി ഞായറാഴ്ച തന്നെ വൈകുന്നേരത്തെ നഗരപ്രദക്ഷിണ ഘോഷയാത്ര. അത് വൈകുന്നേരം കഴിഞ്ഞ് 10 പുലർച്ചെ 6 മണിയോടുകൂടി റാവുത്തന്മാരുടെ പെട്ടിവരോടുകൂടിയാണ് നേർച്ചയുടെ ഇത്തവണത്തെ ചടങ്ങുകളും സമാപനവും നടക്കുന്നത്. നമ്മുടെ പട്ടാമ്പി നേർച്ചയിൽ 5 പഞ്ചായത്തുകളിൽ നിന്ന് ഇതിൻ്റെ ഉപാഘോഷ കമ്മിറ്റികളാണ്. ആ ഉപാഘോഷ കമ്മിറ്റികൾ നമുക്ക് അറിയാം, യുവതലമുറയുടെ ഒരു വൈബാണ്. അവർ വ്യത്യസ്ത വേഷവിധാനങ്ങളും അവരുടെ ഒരു ഐക്യവും അവരുടെ ഒരു ഊർജ്ജസ്വതയും പട്ടാമ്പി നേർച്ചയെ എപ്പോഴും മികവുറ്റതും ഭംഗിയുള്ള അവർ ധരിക്കുന്ന ഡ്രസ്സുകൾ, അവരുടെ ഡ്രസ് കോഡുകൾ, അവർ പ്രചരണ വേഷങ്ങൾ, അതൊക്കെ ഏത് മനുഷ്യൻ്റെയും കണ്ണിനും കാതിനും. നമ്മളെ ആനകൾ കണ്ടാൽ തന്നെ വളരെ ആനയും കടലും നമുക്ക് എത്ര നോക്കിയാലും മതിയാവില്ല എന്ന് പറയും. അതുപോലെ വാദ്യങ്ങൾ നമുക്ക് അവരുടെ പാട്ടിലൂടെയുള്ള വാദ്യങ്ങളാണ്. അത് നമുക്ക് ആസ്വദിക്കാൻ ഏത് മനുഷ്യരും നമുക്ക് മനസ്സിലൊരു കൊല്ലത്തെ കഷ്ടപ്പാടുകളുടെ കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്സവ തിമിർപ്പാണ്. എല്ലാം മറന്ന് വേദനകളും യാതനകളും മറന്ന് ഒരു ആഘോഷം, ഒരു നാടിൻ്റെ ഒരു കാർണിവലായിട്ടാണ് പട്ടാമ്പി നേർച്ച മാറിയിട്ടുള്ളത്. അത് യൂത്തിൻ്റെ ഒരു വലിയൊരു പിന്തുണ ഇതിനുണ്ട്. നമുക്കറിയാം, ഞങ്ങളൊക്കെ മുൻതലമുറക്കാർ, ഇപ്പം 80 വയസ്സായുള്ള ആളുകൾ പട്ടാമ്പിയിലെ എല്ലാ കുടുംബങ്ങളും നേർച്ചയുടെ ഭാഗവാക്കുകളായിട്ടുണ്ട്. അത് എല്ലാ വിധത്തിൽപ്പെട്ട ആളുകൾ, പ്രമുഖന്മാരുണ്ട്. ഇപ്പോൾ അവർ ആ പ്രായത്തിലുള്ളവർ അതിലിറങ്ങുന്നില്ലെങ്കിൽ ഓരോ പെറ്റ് വീഴുന്ന ഓരോ പട്ടാമ്പിക്കാരൻ്റെയും അവൻ്റെ രക്തത്തിലുള്ളതാണ് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു മഹിതമായ പാരമ്പര്യമുണ്ട്. ഇത്തവണയും ഫെബ്രുവരി 9 2025 ആഘോഷിക്കപ്പെടുന്ന നേർച്ചയ്ക്ക് മുഴുവൻ യുവാക്കളെയും മുഴുവൻ പൊതുജനങ്ങളെയും അന്യ ജില്ലയിൽ നിന്നുള്ളവരെയും ഒക്കെ ഈ നേർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ്. പട്ടാമ്പി എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ കാലത്തും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും വളരെ വിപുലമായ രീതിയിൽ നേർച്ചയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു.